ഞാൻ ക്രൗൺ പ്ലാസ ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നാ ശ്വേതാ മേനോന്റെയും രമേശ് പിഷാരുടെയും ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസ് പുറത്തു വിട്ടേക്കുന്നത് ശ്വേതാ മേനോൻ തന്നെയാണ്. കാരണം ഇത് ഇവരുടെ അമ്മയിലുണ്ടായ, അതായത് AMMയിലുണ്ടായ സംഘടന, ആ സംഘടനയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പിഷാരടി പലരെയും വിളിച്ചു. അത് കൂട്ടത്തിൽ ശ്വേതയും വിളിച്ചു. അന്നേരം ഈ ശ്വേതയോട് പിഷാരടി സംസാരിച്ച കുറച്ച് വോയിസ് റെക്കോർഡ്സ് ആണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ ഇത് ശ്വേത കാണിച്ചത് വളരെയധികം ചെറ്റത്തരമായ കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും നമുക്ക് ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അതിനു മുൻപ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലിന് ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ ഈ സംഭവം, അതായത് ഈ വോയിസിന്റെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഷോർട്സിൽ കൂടെ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായത്, അതായത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടി ഈ വോയിസിന്റെ സാരാംശം ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. എന്റെ പൊന്നെ, അതിനെനിക്ക് കിട്ടി കമന്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മൈ ഗോഡ്, ഒന്നും പറയണ്ട. അതേപോലത്തെ എന്താ കുറച്ച് പേരൊക്കെ എന്തോ എന്താണ് സംസാരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും എന്നെയും കുറച്ച് ചീത്ത പറഞ്ഞിട്ടുള്ള രീതിയിലേക്കാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു എന്താണ് ഷോർട്സ് ഇടാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ അതിനെപ്പോഴും നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പൊ അത് രണ്ടും കണക്കൂട്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു കണ്ടന്റ് നമ്മൾ ജനങ്ങളോട് എത്തിക്കുന്നത്. സോ എനിക്ക് ഇതിനകത്ത് പറഞ്ഞത്, ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഒരു കാര്യം ഞാൻ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ, എന്റെ കുട്ടിനാൾ മുതലേ ഞാൻ ഈ പറയുന്ന പിഷാരിയുടെയും പിന്നെ അതുപോലെ തന്നെ ധർമ്മജന്റെ ഒക്കെ കോമഡി സീൻസ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ ശ്വേതാ മേനോൻ കൊണ്ടുവരുന്ന വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലിൽ. ആ ചാനലിൽ ഞാൻ ശ്വേതയുടെ പ്രോഗ്രാംസ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാംസ് ആണ്. അത് ഈ പിഷാരിയുടെ എനിക്ക് പേഴ്സണലി അദ്ദേഹം എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കോമഡികൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇദ്ദേഹത്തിന്റെ കോമഡി ഷോസ് ഒക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. പിന്നെ ചില ബൈറ്റ്സ്, കോമഡി ആയിട്ടുള്ള ചില ബൈറ്റ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തെടുത്ത് കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ കാണാറുണ്ട്. കാരണം നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചിലവരുടെയൊക്കെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എടുത്ത് കാണത്തില്ലേ. ഇദ്ദേഹത്തിന്റെ ഒക്കെ കോമഡികൾക്ക് അതേപോലത്തെ ഒന്നും തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഇദ്ദേഹത്തിന്റെ കോമഡിയും കാര്യങ്ങളൊക്കെ കേട്ടേക്കണം കൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ആ വർത്തമാനം കേട്ടപ്പോ എനിക്കത് നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ഇദ്ദേഹം ഒരു ഡബിൾ മീനിങ് ആയിട്ട് സംസാരിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് എന്തോ ഞാൻ ഇദ്ദേഹത്തിന്റെ പരിപാടിയൊക്കെ കൂടുതൽ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടിട്ട് പുള്ളി എപ്പോഴും എല്ലാ ആൾക്കാരോടും അങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ സംസാരിച്ചേക്കണേണ്, അത് ഡബിൾ മീനിങ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. അപ്പൊ അതാണ് എന്റെ അഭിപ്രായം ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പറയാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം ഒരു MLA കൂടെ ആയതുകൊണ്ട് കുറെ പാർട്ടിക്കാർ വന്ന് നമ്മൾ തെറി വിളിക്കാൻ വേണ്ടി വരും. ഒന്നാമത് ഭൂരിപക്ഷം ആൾക്കാരും വിചാരിച്ചേക്കണം ഞാൻ ഇന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുള്ളൂ, അങ്ങനെയാണ് ചിന്തിച്ചേക്കണം. ഇപ്പൊ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും എന്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ആദ്യം തന്നെ വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഈ വോയിസില് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ വൈകിട്ട് എന്താ പരിപാടി എന്ന രീതിയിൽ എനിക്കത് സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. അത് ഏത് ബ്രാൻഡിനെ ഉദ്ദേശിച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക്
അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും എന്താ വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ചൊരു പരസ്യമുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം ഇത് ഓഡിയോ ക്ലിപ്സ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത് എനിക്ക് ഡബിൾ മീനിങ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ ഈ പറയുന്ന രമേശ് പിഷാരടിയും ഈ പറയുന്ന ശ്വേത മേനോനും നല്ല ഫ്രണ്ട്സാണ്. ഇവര് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവര് നല്ല വർഷങ്ങളായിട്ട് നല്ല ഫ്രണ്ട്സാണ്. അപ്പൊ ഇവര് ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഈ പറയുന്ന പിഷാരടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് പിഷാരടി അതായത് ഈ കേസ് കെട്ടിൽ ഒന്നുമില്ല, ഈ അമ്മേനെ നടന്നേക്കുന്ന അതായത് ഈ പ്രശ്നങ്ങളിലോ ഒന്നിനും തന്നെ പിഷാരടി ഇല്ല. പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് നിൽക്കുന്നത്, അതായത് ഇപ്പൊ MLA ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഫിലിം കൊഴിഞ്ഞിരിക്കണം. പക്ഷെ ഇദ്ദേഹത്തിന്റെ അതായത് AMM എന്ന് പറഞ്ഞ സംഘടന നശിക്കണ്ടല്ലോ, അതിനെന്തെങ്കിലും ഒരു രീതിയിൽ അതിനങ്ങോട്ട് എന്താ ചേർത്ത് പിടിക്കണം എന്ന രീതിയിലാണ് പുള്ളി നടക്കുന്നത്. പക്ഷെ പുള്ളിക്ക് കിട്ടിയ വലിയൊരു പണിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പാർട്ടിക്കാർ അത് ഏറ്റെടുക്കുകയോ ചെയ്തു. കാരണം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കലാണല്ലോ ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് പാർട്ടിയും കൂടി ഇതിനകത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ പ്രശ്നത്തിന്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വോയിസില് ഈ പറയുന്ന ശ്വേതാ മേനോന് ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ്. ഓൾറെഡി ഇത്രയും പ്രോബ്ലംസ് ഒക്കെ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ആ വർത്തമാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തായാലും ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അപ്പൊ ഒന്നിപ്പോ ഒരു തമാശനെ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പിഷാരടി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനൊന്ന് വാമപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, പുള്ളിക്കാരനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പുള്ളിക്കാരൻ നോക്കിയതാ. പുള്ളിക്കാരന്റെ ഒരു ആയുധം എന്ന് പറയുന്നത് തമാശ, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അതാണ് പുള്ളിക്കാരന്റെ ഒരു ആയുധം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പുള്ളിക്കാരൻ നോക്കിയിരിക്കുന്നത് ആ വഴി പുള്ളിക്കാരിനെ ഒന്ന് മാറ്റാൻ വേണ്ടി പുള്ളിക്കാരൻ നോക്കിയേക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് പുറത്ത് വന്നപ്പോൾ ഫുൾ നെഗറ്റീവ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ രമേശ് പിഷാരടിയോട് ശ്വേത ചെയ്ത് വളരെയധികം തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് പുറത്തു വിട്ടപ്പോൾ ആൾക്കാർ ഇതിപ്പോ എത്ര പേര് ഇദ്ദേഹത്തിന് മനസ്സിലാക്കി എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് തോന്നിയത് എന്താണോ അത് ഞാൻ തുറന്നു പറയും. എന്റെ ഫീലിംഗ്സ് അതാ. ഇപ്പൊ ഞാൻ ആ ഷോർട്സിൽ ഇട്ടെന്ന് പറഞ്ഞപ്പോ എന്നോടാണ് ആരെങ്കിലും ഇങ്ങനെ വന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിലോ എന്ന്. അങ്ങനെ എന്നോട് ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ, അതായത് അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ എത്ര സ്ട്രെസ് ഫീലാണ് ഇരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ടൈമിൽ തന്നെ ഞാൻ അവരോട് പ്രതികരിക്കും. അത് ഉറപ്പുള്ള കാര്യം. അല്ലാതെ ഞാനത് എന്താ പറയണത്, ഞാനത് മിണ്ടാതിരുന്ന് അതിനൊരു കളിതമാശയാക്കി എടുക്കാൻ നിൽക്കത്തില്ല. നമ്മൾക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ശ്വേത ഈ ഫോൺ റെക്കോർഡ്, അതായത് ഈ സംഭവത്തിന് മാത്രം ആസ്പദമാക്കിയിട്ടല്ല പുള്ളിക്കാർ ഇത് പുറത്ത് വിട്ടേക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. എനിക്കൊരു 45 മിനിറ്റ്സോളം ഉണ്ട് ഈ റെക്കോർഡ്സ്. അപ്പൊ എല്ലാത്തിനെയും വെച്ചിട്ടാണ് പുള്ളിക്കാർ ഈ സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സംഭവം എന്ന് പറയുമ്പോൾ രമേശ് പിഷാരടിനെ ഒന്ന് ഇടിച്ച് താഴ്ത്താൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ആൾക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കത്തില്ലല്ലോ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇനി രമേശ് പിഷാരടി ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരന് ഭയങ്കര അധികം വിഷമമുണ്ടായി. കാരണം ഇവരോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, 2 മക്കളുള്ളതാണ്, ഭാര്യ ഉള്ളതാണ്, കുടുംബം ഉള്ളതാണ്. അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ എന്താ പറഞ്ഞാൽ ആ പുള്ളി സത്യം പറഞ്ഞാൽ ഈ AMM എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി അതിനെ നല്ലതിന് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്ന് മുന്നിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന് ഒരുപാട് പരിപാടി ഉണ്ട്. ഇപ്പൊ പാലക്കാടുള്ള MLA ഒക്കെയാണ്. പുള്ളിക്കാരന് അതിന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതും നോക്കണം. അതിനിടയ്ക്ക് MLA സംഘടന എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതും സോൾവ് ആക്കാലോ എന്ന് വിചാരിച്ചാൽ പുള്ളി ഇതിനകത്ത് മുൻകൈ എടുത്തത്. പക്ഷെ ലാസ്റ്റ് പുള്ളിക്ക് തന്നെ പണിയായിപ്പോയി. എന്തായാലും നമുക്ക് ഈ പറയുന്ന പിഷാരടി പറയുന്ന വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അമ്മ സംഘടന 32 വയസ്സായ സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എന്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങൾക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് കിട്ടണം എന്നാണ്. ഇതാണ് രമേശ് പിഷാരടിക്ക് സംസാരിക്കാനുള്ളത്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം പലരെയും വിളിച്ചു, അതായത് കോടതിയിൽ എത്തിക്കണം എന്നുള്ള കാര്യം പുള്ളിക്കാരനല്ല. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനുള്ള പ്രതിവിധിയാണ് അദ്ദേഹം നോക്കിയത്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അൻസിബനെ വിളിച്ചു, ലക്ഷ്മിപ്രിയനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനെ നോക്കിയത് പോസിറ്റീവായിട്ട് സംഭവം തീർക്കണം എന്നാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ശ്രമിച്ചത്. പക്ഷേ പുറത്തു വന്നപ്പോൾ അത് ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും ഇനി എന്താണ് നടക്കാൻ പോണെന്ന് അറിയത്തില്ല. പിന്നെ എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടോപ്പിക് എടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്ര വേണ്ടതാണെങ്കിൽ മാത്രം നമുക്ക് പറയാം.
നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷെ ഇതെന്ന് പറയാൻ നേരത്ത് സമൂഹത്തിന് ഉപകാരം ഇല്ലാത്തൊരു കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇവരുടെ തെറ്റുകൾ ഇവർ സമ്മതിച്ച് അതിനെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഈ സംഘടന എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കോടികളുടെ തട്ടിപ്പ് ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മൾ ഈ വോയിസ് റെക്കോർഡൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തൊക്കെയാ സംഭവിക്കണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞ വലിയ താരങ്ങളെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോഴും നടന്നു പോകുന്നത്. കാരണം ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഒരുപാട് കോടികൾ ഈ അമ്മയിലോട്ട് വരും. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. പക്ഷെ ഇതിനിപ്പോ സത്യം പറഞ്ഞാൽ ഇവരെല്ലാരും കൂടി നശിപ്പിച്ചു. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഈ ഒരു അമ്മയുടെ അതായത് ഒരു പരിപാടി നമ്മുടെ ചാനലിൽ ഇതിന്റെ ഷോ വെക്കാൻ നേരത്ത്, ഇയർലി ഷോ വെക്കാൻ നേരത്ത് നമ്മൾ പ്രേക്ഷകരെ തന്നെ ആ ടിവിയുടെ മുന്നിൽ വന്ന് കുത്തിരിക്കും ആ അമ്മയുടെ പരിപാടി കാണാൻ വേണ്ടി. മെയിനായിട്ട് ആരെ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ആരെ കാണാനായിട്ട് ഈ ലാലേട്ടനും ഈ മമ്മൂക്കരും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ സിനിമയിലല്ലാത്തൊരു ജീവിതം, ഒരു അഭിനയം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കണം എന്തൊക്കെയോ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള വാർത്തകളാണ്. ഞാൻ അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ജനങ്ങളോട് എത്തിക്കാൻ പറ്റും. ഇതിൽ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അൻസിബയുടെ ഭാഗത്താണ് ന്യായം മുഴുവൻ. അതാണ് ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നിയേക്കണം. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായമില്ല. പിന്നെ ഇതിനകത്ത് കോടികളെ തട്ടിപ്പെടുത്തണം. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളൊക്കെ എന്തായാലും ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോകണമല്ലോ. ഓരോ ദിവസം ഓരോരോ സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്. എനിക്ക് ഇതിനകത്ത് രമേശ് പിഷാരടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഭാഗത്ത് യാതൊരു വിധ തെറ്റും എനിക്ക് കാണുന്നില്ല. ഇതിപ്പോ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിനിടയിൽ വന്നിട്ട് എത്രമാത്രം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവർക്കും ഗ്രഹിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഈ കോള് ശ്രദ്ധിച്ച്, അതായത് ഈ വോയിസ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇതിന് എന്തിനാണ് ആൾക്കാരുടെ ഇത്രയും നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള കോമഡി ചിത്രങ്ങൾ വന്നേക്കണമെന്ന് അറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം സംസാരിച്ചതിനെ കുറിച്ചിട്ടുള്ള അതുപോലെ പല പല പോസ്റ്റാണ് വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ഇതിനെല്ലാത്തിനും ഈ കാരണം എന്ന് പറയുന്നത് ഈ AMMA എന്ന് പറഞ്ഞ സംഘടന ഇതിലുണ്ടായ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തക്കുറവും ആ ഒരു സംഘടന മര്യാദക്ക് കൊണ്ടുപോകാൻ നല്ലൊരു നേതൃത്വം ഇല്ലാത്തതിന്റെ കുറവൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഒരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു. നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈ അൻസിബ എന്നൊരു ആള് അത് പുറത്ത് പറഞ്ഞപ്പോഴാണ് സംഭവങ്ങളുടെയൊക്കെ ഇതൊക്കെ നമ്മൾ ജനങ്ങളിലോട്ട് ഈ സംഭവങ്ങളൊക്കെ എത്തിയത്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.